നേവി സീൽസ് കടലിൽ വെച്ച് ബോംബ് സ്ഫോടനങ്ങളെ നേരിടുമ്പോൾ വെള്ളത്തിന് മുകളിൽ മലർന്നു കിടന്നാണ് അതിൽ നിന്ന് രക്ഷപ്പെടാറുള്ളതെന്ന് പറയപ്പെടുന്നു. വെള്ളത്തിൽ നിൽക്കുന്നതോ അല്ലെങ്കിൽ ഡൈവ് ചെയ്യുന്നതോ കൂടുതൽ അപകടകരമാണെന്നാണ് ഇതിന് പിന്നിലെ വാദം. ഈ മിത്ത് ശാസ്ത്രീയമായി പരിശോധിക്കാൻ ആദം എന്ന ഗവേഷകൻ ഒരു തടാകത്തിൽ വെച്ച് പരീക്ഷണം നടത്തി. പരീക്ഷണ രീതി: വെള്ളത്തിന്റെ വിവിധ ആഴങ്ങളിൽ സ്ഫോടനത്തിന്റെ ആഘാതം ഷോക്ക് വേവ് എത്രത്തോളം ഉണ്ടാകുമെന്ന് അളക്കാൻ ആദം പ്രഷർ സെൻസറുകൾ ഉപയോഗിച്ചു. ഇതിനായി അദ്ദേഹം ആദ്യം ഒരു മനുഷ്യ ശരീരം വെള്ളത്തിൽ എത്രത്തോളം താഴുന്നു എന്ന് അളന്നു. വെള്ളത്തിന് മുകളിൽ മലർന്നു കിടക്കുമ്പോൾ വെറും 6 ഇഞ്ച് ആഴം, വെള്ളത്തിൽ നിൽക്കുമ്പോൾ ഏകദേശം 2 അടി ആഴം. വെള്ളത്തിനടിയിലുണ്ടാകുന്ന സ്ഫോടനങ്ങൾ മനുഷ്യന്റെ നെഞ്ചിനുള്ളിലെ വായു അറകളിലൂടെ കടന്നുപോകുമ്പോൾ അത് മാരകമായ ആഘാതമുണ്ടാക്കും. അതിനാൽ ആഴം വളരെ പ്രധാനമാണ്. 10 പൗണ്ട് TNT ഉപയോഗിച്ച് 3 വ്യത്യസ്ത ദൂരങ്ങളിൽ സ്ഫോടനം നടത്തി ലഭിച്ച വിവരങ്ങൾ താഴെ പറയുന്നവയാണ്. സാധാരണഗതിയിൽ 87 PSI മുകളിൽ ആഘാതമേറ്റാൽ മരണം സംഭവിക്കാൻ 50% സാധ്യതയുണ്ട്. 30 അടി ദൂരത്തിൽ നടത്തിയ സ്ഫോടനത്തിൽ പോലും ഉപരിതലത്തിൽ മലർന്നു കിടന്നപ്പോൾ ലഭിച്ച ആഘാതം വെറും 1.94 PSI മാത്രമായിരുന്നു. ഇത് സുരക്ഷിതമാണ്.